ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനുസരണക്കേട് മൂലം അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നതിനെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വളരെ അഭിഷേകമുള്ള ഒരു ശുശ്രൂഷയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയുകയും നമ്മളെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വചനം വായിക്കുന്നത് മൂലം, ധ്യാനിക്കുന്നത് മൂലം നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ എന്തെല്ലാം ചെയ്താലും ചില സമയങ്ങളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. അതിന് കാരണമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അനുസരണത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും ഇല്ല. പല വിധത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെങ്കിലും ചില അനുഗ്രഹങ്ങൾ, ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ അനുസരിക്കണമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കുവിൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ, അവിടുത്തെ തിരുവചനത്തെ, അവിടുത്തെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുവിൻ, നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അനുസരിക്കാതിരുന്നത് മൂലം അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറേയേറെ വ്യക്തികളെപ്പറ്റി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കായനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഉചിതമായത് പ്രവർത്തിച്ചാൽ കായേൻ നീയും സ്വീകാര്യനാവുകയില്ലേ. ദൈവമായ കർത്താവ് കായനോട് ചോദിക്കുന്ന വേദന നിറഞ്ഞ ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന വേദന മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു ചോദ്യമാണിത്. കായേൻ, നിന്നെ അനുഗ്രഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ സ്വീകരിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. നീ അഭിഷേകം പ്രാപിക്കേണ്ട വ്യക്തിയാണ്. നീ ദൈവത്തോട് ചേർന്ന് നടക്കേണ്ട വ്യക്തി തന്നെയാണ്. നീ ആത്മീയനായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ നീ എന്തുകൊണ്ടാണ് ഉചിതമായത് പ്രവർത്തിക്കാതെ ബലിയർപ്പിച്ചു മാത്രം ജീവിക്കുന്നത്? കായേൻ ബലിയർപ്പിച്ചു, കായേൻ പ്രാർത്ഥിച്ചു, കായേൻ ആരാധിച്ചു, കായേൻ ഉപവാസം എടുത്തു, കായേൻ എല്ലാം ചെയ്തു. പ്രിയപ്പെട്ടവർ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കായേൻ ചെയ്തു. സത്യത്തിൽ ഒരു ബലിയർപ്പണം കഴിഞ്ഞ് നടന്നു വരുന്ന കായേനെ നോക്കിക്കൊണ്ടാണ് ദൈവമായ കർത്താവ് ചോദിക്കുന്നത്: ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? അപ്പോൾ ബലിയർപ്പണം പോലും ഉചിതമായത് പ്രവർത്തിക്കുന്നതിന് പകരം വയ്ക്കാൻ പറ്റുകയില്ല എന്ന് ദൈവം കായൻ്റെ മുഖത്ത് നോക്കി പറയുന്ന സത്യം ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കി ദൈവം ആവർത്തിക്കുകയാണ്. ബലിയർപ്പണം പോലും അനുസരണത്തിന് പകരം വയ്ക്കാൻ, അല്ലെങ്കിൽ ഉചിതമായത് പ്രവർത്തിക്കുന്നതിന് പകരം വയ്ക്കാൻ പര്യാപ്തമായത് അല്ല. ആബേലെ പോലെ തന്നെ വചനത്തിലെ സത്യങ്ങൾ കേട്ടു വളർന്ന വ്യക്തി തന്നെയാണ് കായേനും. ആദവും ഹവ്വയും തീർച്ചയായിട്ടും ദൈവത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആബേൽ കൃത്യമായ ബലിയർപ്പണം നടത്തി ദൈവത്തിന് സ്വീകാര്യനായി തീർന്നത്. അതേ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും സത്യത്തിൽ കായേൻ്റെ മുൻപിലും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ കായേൻ ഒരു ഭക്തനായി മാറുകയാണ്. അനുസരണത്തെക്കുറിച്ച് അധികം ചിന്തിക്കാതെ അവൻ ബലിയർപ്പണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അവൻ്റെ ശ്രദ്ധ മുഴുവൻ ബലിയർപ്പിക്കുക എന്നുള്ളതാണ്. അനുസരണത്തിൽ അവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ ആബേലാകട്ടെ അനുസരണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് ബലിയർപ്പണത്തിലേക്ക് നടന്നു ചെല്ലുന്നത്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ബലിയർപ്പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അവൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്: അനുസരണവും ജീവിതവും എങ്ങനെയായാലും കുഴപ്പമില്ല, ഞാൻ ബലിയർപ്പിച്ച് ജീവിച്ചാൽ ദൈവം പ്രസാദിക്കും. ഇന്നും ഇങ്ങനത്തെ ആളുകളെ ധാരാളമായിട്ട് ക്രിസ്തീയ ലോകത്ത് കാണാനായിട്ട് സാധിക്കും. ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, കായേൻ അനുസരണത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. എന്നാൽ കായേൻ ദൈവം കൊടുത്ത മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് അനുസരണക്കേടിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുകയും ഒടുവിൽ കൊലപാതകം എന്ന് പറയുന്ന മഹാപാപം ചെയ്തുകൊണ്ട് വലിയ തകർച്ചയിലേക്കും നാശത്തിലേക്കും അവൻ്റെ ജീവിതത്തെ തള്ളിവിടുന്ന ചരിത്രം ബൈബിളിൻ്റെ താളുകളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു.
അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. അവൻ്റെ തുടക്കം വളരെ മനോഹരമാണ്. ഞാൻ എന്തുള്ളൂ ദൈവമേ രാജാവായി അനുഗ്രഹിക്കപ്പെടാൻ എന്ന് ചോദിക്കുന്ന, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയവനല്ലേ ഞാൻ എന്ന് ചോദിക്കുന്ന വളരെ എളിമ നിറഞ്ഞ ഒരു തുടക്കം സാവൂളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ അവനിൽ അഹങ്കാരം നിറയുകയും ദൈവത്തിൻ്റെ വചനത്തിന് അവൻ പ്രാധാന്യം കൊടുക്കാതെ അവൻ്റെ ഇഷ്ടങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റേതായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുകയും അതിലൂടെ അവൻ മുന്നോട്ട് പോയി തകർച്ച ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയാണ്. 1 സാമുവൽ 13 അധ്യായത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് അവൻ്റെ അനുസരണക്കേട് വ്യക്തമായിട്ട് കാണുന്നത്. അവിടെ ജനങ്ങളെ മുഴുവൻ മലയിൽ വിളിച്ചു കൂട്ടിയതിന് ശേഷം ദഹനബലി അർപ്പിക്കാൻ പുരോഹിതനായ സാമുവൽ കടന്നു വരേണ്ടിയിരുന്നു. അന്ന് പുരോഹിതരാണ് ബലിയർപ്പിക്കേണ്ടത്. സാമുവൽ കടന്നു വരുന്നത് വരെ അവൻ കാത്തിരിക്കണമായിരുന്നു. എന്നാൽ 7 ദിവസം കഴിഞ്ഞിട്ടും സാമുവൽ കടന്നു വരാതിരുന്നപ്പോൾ ജനങ്ങൾ ഓരോരുത്തരായി അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ജനങ്ങളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി രാജാവിൻ്റെ അഭിഷേകം മാത്രമുണ്ടായിരുന്ന സാവൂൾ, പൗരോഹിത്യ അഭിഷേകം ഇല്ലാതിരുന്ന സാവൂൾ ദൈവം പറയാതിരുന്ന ഒരു കാര്യം ചെയ്യുകയും സാമുവൽ എന്ന പുരോഹിതന് പകരമായി അവിടെ ദഹനബലി അർപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു വലിയ അനുസരണക്കേട് അവിടെ സാവൂൾ രാജാവ് ചെയ്യുകയാണ്. പുരോഹിതർക്ക് മാത്രമായി ദൈവം കൊടുത്തിരുന്ന ഒരു വലിയ അധികാരത്തെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയെ അവിടെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഈ സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുരോഹിതന്റെ റോളിലേക്ക് കടന്നു ചെന്ന് അവിടെ ബലിയർപ്പിക്കുമ്പോൾ 1 സാമുവൽ 13:13 സാമുവൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുകയാണ്. വിഡ്ഢിത്തരമാണ് നീ ചെയ്തത്. കർത്താവിൻ്റെ വചനം സാമുവലിലൂടെ സാവൂളുടെ മുഖത്ത് നോക്കി പറയാണ്, നീ കാണിച്ചതൊരു വിഡ്ഢിത്തരമാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ രാജത്വം ഇസ്രായേലിൽ എന്നേക്കും നിലനിൽക്കുമായിരുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ അനുസരിക്കാതിരുന്നതിനാൽ നിന്റെ രാജത്വം നിനക്ക് നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യനെ ദൈവം നിനക്ക് പകരമായി കണ്ടെത്തിയിരിക്കുന്നു. അതായത് സാവൂൾ എന്ന് പറയുന്ന രാജാവിൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മരണം വരെ അവൻ ഭരിക്കണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ മനസ്സ്. നീ ദൈവത്തെ അനുസരിച്ചിരുന്നുവെങ്കിൽ എന്നേക്കും നിന്റെ സിംഹാസനം ഇസ്രായേലിൽ നിലനിൽക്കുമായിരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ മനസ്സാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നിട്ട് ദൈവം പറയാണ്, നിന്റെ അനുസരണക്കേടെന്നുള്ള ഒറ്റ കാരണത്താൽ എൻ്റെ പരിപൂർണ പദ്ധതി നിന്നിൽ നിറവേറ്റുവാൻ എനിക്ക് സാധിച്ചില്ല സാവൂൾ. നിന്നെ എനിക്ക് അനുഗ്രഹിക്കാൻ കഴിഞ്ഞില്ല സാവൂൾ. നീ സ്വയം തകർച്ച വാങ്ങിച്ചെടുക്കുകയായിരുന്നു. വീണ്ടും 2 അധ്യായങ്ങൾ കൂടി കഴിയുമ്പോൾ 1 സാമുവൽ 15 അധ്യായത്തിൽ ദൈവം സാവൂൾ രാജാവിനോട് പറയുന്നു, അമലേക്യരെ മുഴുവൻ നീ നശിപ്പിച്ച് കളയണം. അവർ ഈവിൾ ആണ്, അതായത് അവർ തിന്മ നിറഞ്ഞ ജനമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് നടന്നു വരുന്ന വഴിക്ക് അവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ എതിർത്തവരായ അമലേക്യരെ നീ നശിപ്പിച്ച് കളയണം. കാളകളെയും ആടുകളെയും മൃഗങ്ങളെയും എല്ലാം നീ വധിച്ചു കളയണം. ആ തിന്മ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് കളയുവാൻ നീ അമലേക്യരെ നശിപ്പിച്ച് കളയണം. ഉടൻ തന്നെ സാവൂൾ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ ചെന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ കൊഴുത്ത ആടുകളെയും കാളകളെയും കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലൊരു കൊതി തോന്നുകയാണ്. അവൻ ദൈവം പറഞ്ഞത് കേൾക്കാതെ കൊഴുത്ത കാളകളെയും ആടുകളെയും എല്ലാം ശേഖരിച്ച് അവൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവർ, ഇത് കഴിഞ്ഞ ഉടൻ തന്നെ സാമുൽ പ്രവാചകൻ കടന്നു വന്നിട്ട് പറയുകയാണ്, എന്താണ് ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം? കാളകളുടെയും ആടുകളുടെയും ശബ്ദം ഞാൻ കേൾക്കുന്നല്ലോ, എന്താണത്? ഉടനെ അവൻ പറയാണ്, പ്രഭോ, ഞാനിത് ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി കൊഴുത്ത ആടുകളെയും കാളകളെയും മാറ്റിവെച്ചു. ഇവിടെയാണ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പ്രശസ്തമായ ഒരു ദൈവവചനം ദൈവം അവിടെ പഠിപ്പിക്കുന്നു. 1 സാമുവൽ 15 അധ്യായത്തിൻ്റെ 22 തിരുവചനമാണത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ള ഭാഗം അനുസരണം കെട്ടവനായ സാവൂൾ രാജാവിൻ്റെ മുഖത്ത് നോക്കി സാമുവൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഭാഗമാണത്. ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാനാണെങ്കിൽ പോലും നിന്റെ അനുസരണക്കേട് തന്നെ. അതിനെ ദൈവം പാപം എന്ന് വിളിക്കുന്നു, ധിക്കാരം എന്ന് വിളിക്കുന്നു. അനുസരണക്കേടിന് പകരം വയ്ക്കാൻ നിനക്ക് ഒരു നന്മയും ചെയ്യാൻ സാധ്യമല്ല. അനുസരണക്കേട് തന്നെ.
പ്രിയപ്പെട്ടവരെ, 1 സാമുവൽ 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം പറയുന്നു, ഇതാ രാജത്വം നിന്നിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുന്നു. സാവൂളിന് സകലതും നഷ്ടപ്പെടുകയാണ്. അങ്ങേയറ്റം വരെ അനുഗ്രഹിക്കപ്പെട്ടവനായി പോകാമായിരുന്ന ഒരു മനുഷ്യൻ അനുസരണക്കേടിന്റെ വഴിയിലൂടെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോയതിനാൽ അവന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുകയാണ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി ഗേഹസി എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഏലിയാ പ്രവാചകന്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകം കിട്ടിയത് ഏലീഷയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഏലീഷയുടെ ഇരട്ടിപ്പങ്ക് അഭിഷേകം കിട്ടേണ്ടിയിരുന്നത് ശരിക്കു പറഞ്ഞാൽ ഏലീഷയുടെ ദാസനായ ഗേഹസിക്ക് തന്നെയാണ്. എന്നാൽ ഗേഹസിക്ക് ഇരട്ടിപ്പങ്ക് അഭിഷേകം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒന്നും കിട്ടിയില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അവൻ കുഷ്ഠരോഗിയായി തീർന്നു. അവൻ്റെ ജീവിതം തകർത്ത് കളയുകയാണ്. ഇതിന് കാരണം നാമാൻ എന്ന് പറയുന്ന സിറിയൻ ക്യാപ്റ്റൻ കുഷ്ഠരോഗിയായിരിക്കെ സൗഖ്യം കിട്ടാനായിട്ട് സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ ദാസനായ ഏലീഷയുടെ മുൻപിൽ തൻ്റെ വേദന പറയുമ്പോൾ, നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക എന്ന ദൈവത്തിൻ്റെ മെസ്സേജ് പ്രവാചകൻ പറയുകയാണ്. അതനുസരിച്ചുകൊണ്ട് 7 തവണ ജോർദാനിൽ മുങ്ങി കുളിക്കുമ്പോൾ അതാ അവൻ്റെ ശരീരം പരിപൂർണ സൗഖ്യം പ്രാപിക്കുന്നു. കുഞ്ഞുങ്ങളുടേതുപോലുള്ള തൊലി അവന് കിട്ടുകയാണ്. അവൻ ദൈവത്തിൻ്റെ ശക്തിയാൽ പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സൗഖ്യ ശുശ്രൂഷ ചെയ്ത ഏലീഷ യഥാർത്ഥ ദൈവപുരുഷനായതിനാൽ അവൻ അതിന് പകരമായിട്ട് സ്വർണമോ വെള്ളിയോ സമ്മാനങ്ങളോ ഒന്നും സ്വീകരിച്ചില്ല. ഈ നാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്തെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടും എനിക്കൊന്നും വേണ്ട, ദൈവം എനിക്ക് സൗജന്യമായിട്ട് തന്നു, ഞാനത് സൗജന്യമായിട്ട് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ സൗജന്യമായിട്ട് ചെയ്തു. ധനമോഹത്തിൽ നിന്നും ദ്രവ്യാഗ്രഹത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ പ്രാപിച്ച ഒരു ശുശ്രൂഷകനായി ഏലീഷ അവിടെ വിരാജിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സൗഖ്യം കിട്ടിയ ഏലീഷ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആരുമറിയാതെ ഏലീഷയുടെ ദാസനായ ഗേഹസി ആരും കാണാതെ ഒളിച്ചു ചെന്നിട്ട് സമ്മാനങ്ങൾ വാങ്ങിച്ചെടുക്കുകയാണ്. ദ്രവ്യാഗ്രഹിയായിരുന്ന ഗേഹസി പണം സ്വന്തമാക്കുകയാണ്. തിരിച്ചാരും അറിയാതെ എന്ന് വിചാരിച്ച് കടന്നു വരുമ്പോൾ പ്രവാചകനായ ഏലീഷ അവനോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ ആത്മാവ് നിന്നോടുകൂടെ ഉണ്ടായിരുന്നു, നീ ചെയ്തതെല്ലാം ഞാൻ കണ്ടു. അനുസരണക്കേട് കാണിച്ചതിനാൽ അഭിഷേകമല്ല നിനക്ക് കിട്ടാൻ പോകുന്നത്, നാമാന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയ കുഷ്ഠം നിനക്ക് ബാധിക്കട്ടെ. ആ സമയം നാമാന് മാറിപ്പോയ കുഷ്ഠം ഗേഹസിയുടെ മേൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഏലീഷായിൽ നിന്നും ഇരട്ടിപ്പങ്ക് അഭിഷേകം വാങ്ങിച്ചെടുക്കേണ്ടവൻ ഇതാ കുഷ്ഠരോഗിയായിത്തീരുന്നു. അനുഗ്രഹം വാങ്ങിച്ചെടുക്കേണ്ടവൻ ശാപം കരസ്ഥമാക്കുന്നു. അഭിഷേകം വാങ്ങിച്ചെടുക്കേണ്ടവൻ കുഷ്ഠത്തെ സ്വന്തമാക്കുന്നു. ദൈവം എത്രയോ വലിയ പദ്ധതി അവന് വേണ്ടി കരുതി വെച്ചു. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അനുസരണക്കേട് അവൻ സ്വയം തെരഞ്ഞെടുത്തതിനാൽ അവൻ്റെ ജീവിതത്തിലേക്ക് തകർച്ച കടന്നു വരികയാണ്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തി, പ്രിയപ്പെട്ടവരെ, യൂദാസാണ്. അപ്പോസ്തലന്മാരിൽ ഒരുവനായി തെരഞ്ഞെടുക്കപ്പെട്ട യൂദാസ് സത്യത്തിൽ ശ്രേഷ്ഠനായി മാറേണ്ട വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പോലും പിന്നീട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവൻ്റെ അനുസരണക്കേട് നിമിത്തം ആത്മഹത്യയിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ ജീവിതത്തെ അവൻ തകർത്ത് കളയുന്നു. അപ്പോസ്തല സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവപുത്രനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തവനെന്നുള്ള ചീത്തപ്പേര് വാങ്ങിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ അവസാനം വരെ ജനങ്ങൾ അവനെ വേദനയോടും വളരെ നെഗറ്റീവായിട്ടും മാത്രം നോക്കും തരത്തിൽ അവൻ്റെ ജീവിതവും അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരണക്കേട് നിമിത്തം അവൻ്റെ ജീവിതവും തകരാറിലാവുകയാണ്. സാംസന്റെ ജീവിതവും അനുസരണക്കേട് നിമിത്തം തകരാറിലാവുകയാണ്. എത്രയോ മഹത്തരമായി അവസാനിക്കേണ്ടിയിരുന്ന സാംസന്റെ ജീവിതവും അനുസരണക്കേട് നിമിത്തം തകരാറിലായി പോവുകയാണ്, തകർന്നു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരിച്ച് അനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതാനും ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒന്ന്, കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് വക്കുവരെ വെള്ളം നിറച്ചപ്പോൾ അവരനുസരിച്ചപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ഉണ്ടാവുകയാണ്. മാതാവ് പറയുന്നൊരു വചനമുണ്ട്, യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കുവിൻ, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുക തന്നെ ചെയ്യും. അവിടെ വലിയ തകർച്ചയുടെ നടുവിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചപ്പോൾ അവർ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ
3 ദിവസം ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ജനം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ജനത്തിന് കൊടുക്കുവാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഒരു ബാലൻ തൻ്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും അനുസരണത്തിൻ്റെ വഴിയിലൂടെ നടന്നു ചെന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് 10,000-ങ്ങൾക്ക് അത്ഭുതമായി മാറുകയാണ്. അനുസരണത്തിലൂടെ വലിയൊരു അനുഗ്രഹം അവിടെ കടന്നു വരികയാണ്. വീണ്ടും ലൂക്കാസ് സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസിനോട് പിറ്റേ ദിവസം പ്രഭാതത്തിൽ യേശു പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസ് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നു. അതാ വല കീറത്തക്കവണ്ണം അത്ഭുതം നടക്കുന്നു, പെരുത്ത മീൻകൂട്ടം അവന് ലഭിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസിനോട് യേശു പറയുന്നു, പടകിൻ്റെ വലതുവശത്തേക്ക് വലയെറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വള്ളം തുഴഞ്ഞു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കായലിലായാലും കടലിലായാലും വള്ളം തുഴഞ്ഞു പോകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തുഴയുന്നത് അവർ വള്ളത്തിൻ്റെ വലതുഭാഗത്തേക്കാണ് അവർ പങ്കായം വെച്ച് വള്ളം തുഴയുന്നത്. എന്നിട്ട് വള്ളത്തിൻ്റെ ഇടതുഭാഗത്തേക്കാണ് അവർ വലയിറക്കുന്നത്. കാരണം വള്ളത്തിൻ്റെ വലതുഭാഗത്തേക്ക് വലയിറക്കിയാൽ വലയും പങ്കായവും കൂടെ തട്ടി എല്ലാം താറുമാറായി പോകും, എല്ലാം കീറി മുറിയും, വലിയ നാശവും സാമ്പത്തിക തകർച്ചയും ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഈ വള്ളം തുഴയുന്നവർ വള്ളത്തിൻ്റെ വലതുഭാഗത്ത് വലയിടാറില്ല. അവർ എപ്പോഴും ഇടതുഭാഗത്ത് വലയിടുകയും വലതുഭാഗം പങ്കായം കൊണ്ട് തുഴയുകയും ചെയ്യും. അതാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുഭാഗത്തേക്ക് വലയെറിയുവിൻ. യാതൊരു തർക്കുത്തരവും പറയാതെ, യാതൊരു വിധത്തിലുള്ള ലോജിക്ക് ഉപയോഗിക്കാതെ. പ്രിയപ്പെട്ടവരെ, അവരുടെ ബുദ്ധി പറയുന്നുണ്ട് ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. എന്നാൽ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയെറിയുവിൻ. ബുദ്ധിയെ അടിയറ വെച്ചുകൊണ്ട് അവരുടെ സകല ലോജിക്കും പാരമ്പര്യങ്ങളും മാറ്റിക്കൊണ്ട് ആ പാവപ്പെട്ടവരായ മുക്കുവന്മാർ, മത്സ്യത്തൊഴിലാളികൾ കർത്താവിൻ്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് വലയെടുത്ത് വലതുവശത്തേക്ക് തന്നെ എറിയുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മുക്കുവൻ അവൻ്റെ പടകിൻ്റെ വലതുവശത്തേക്ക് എടുത്ത് വലയെറിയുന്നത്. അവരനുസരിച്ചപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ അവർക്ക് കിട്ടിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടും വർഷത്തിൽ 2-3 ധ്യാനങ്ങൾ കൂടിയിട്ടും അനുഗ്രഹിക്കപ്പെടാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദൈവം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം തിരുത്തണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ആ ബന്ധം തെറ്റാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ആ ഒരു ഫോൺ വിളി വേണ്ട എന്ന് പറയുന്നുണ്ടോ? ആ ഒരു കാര്യം കാണരുതെന്ന് പറയുന്നുണ്ടോ? ആ ഒരു പാപം ചെയ്യരുതെന്ന് പറയുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അനുസരണത്തിൻ്റെ ആ വഴിയിലൂടെ നടക്കുക. അനുസരണത്തിൻ്റെയും പിതാവാണ് അബ്രഹാം. വിശ്വാസത്തിൻ്റെ പിതാവ് മാത്രമല്ല, അനുസരണത്തിൻ്റെയും പിതാവാണ് അബ്രഹാം. ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം പറയുന്നുണ്ട്, നീ നിന്റെ ഏകജാതനെ പോലും ബലിയർപ്പിക്കാൻ മടിക്കായക കൊണ്ട് ഇതാ നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്നിലൂടെ ഭൂമുഖത്തെ സകല മനുഷ്യരെയും ഞാൻ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആരെല്ലാം ദൈവത്തെ അനുസരിക്കുന്നു, ദൈവകൃപയിൽ ചാരി ആരെല്ലാം ദൈവത്തെ അനുസരിക്കാൻ മുട്ടുകൾ മടക്കുന്നുവോ, അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട്, ദൈവമേ ഞാൻ എത്രമാത്രം പരിശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല, നിന്റെ കൃപ എനിക്ക് തരണമേ, എനിക്ക് അനുസരിച്ചേ പറ്റൂ കർത്താവേ എന്ന് ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു, ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ കാണുന്നു, ദൈവം നിങ്ങളുടെ പരിശ്രമത്തെ കാണുന്നു, നിങ്ങൾ വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ദൈവം കാണുന്നു. എന്നിട്ടും തോറ്റുപോകുന്നത് ദൈവം മനസ്സലിവോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടുമുള്ള കരച്ചിലിനെ ദൈവം വളരെ ശ്രദ്ധയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. പാപത്തെ തോൽപ്പിക്കാൻ നിങ്ങൾ എടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളും, നിങ്ങൾ കൊടുക്കുന്ന വിലയും ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുന്നത് ദൈവം കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ അന്ധന് സൗഖ്യം കൊടുക്കുമ്പോൾ കർത്താവ് അവൻ്റെ കണ്ണുകളിൽ ചെളി പൂശുകയാണ്. സത്യം പറഞ്ഞാൽ വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ചെയ്തത്.
ഒന്നാമത്തത് അവൻ്റെ കണ്ണ് കാണുന്നില്ല, അതിൻ്റെ കൂടെ ആ കണ്ണിൻ്റെ അകത്തേക്ക് ചെളിയും കൂടെ, അതായത് മണ്ണിൽ തുപ്പിക്കൊണ്ട് ആ ചെളിയെടുത്ത് കർത്താവ് തേച്ചു കൊടുക്കുകയാണ്. അവൻ ശരിക്കും, നമ്മുടെ കണ്ണിൽ ഒരു മണ്ണ് വീണാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അവന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാണും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാണ്, നീ പോയി സീലോഹ കുളത്തിൽ പോയി കഴുകുക. അനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അന്ധനായ അവൻ തപ്പിത്തടഞ്ഞ് കണ്ണിൻ്റെ വേദനയും വെച്ചുകൊണ്ട് അവൻ ആ സീലോഹ കുളം വരെ നടന്നു പോകുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ അനുസരണത്തിൻ്റെ ഒടുവിൽ അവനെ കാത്തിരുന്നത് ഒരു വലിയ അത്ഭുതമാണ്. അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു, അവന് കാഴ്ച കിട്ടുന്നു. ബൈബിളിലെ തന്നെ ഒരു വലിയ അത്ഭുതം നമ്മളവിടെ കാണുകയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപും ഒരു അനുസരണം കർത്താവ് ചോദിക്കുന്നു. ആ കല്ല് എടുത്ത് മാറ്റുവിൻ. എന്തോ ഒന്ന് കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്. തടസ്സപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കല്ലുകളെ എടുത്തു മാറ്റുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ആ കല്ലെടുത്ത് മാറ്റുന്നു. ലാസർ പുറത്തു വരികയാണ്. ഒരു സംഭവം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാർക്ക് ട്വൈൻ എന്ന് പറയുന്ന പ്രശസ്തനായ വ്യക്തി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ യാത്രക്കിടയിൽ അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ച് ഒരുപാട് അഹങ്കാരിയായ ഒരു മനുഷ്യനെ കണ്ടെത്തുകയാണ്. ഇയാളുമായിട്ട് സംസാരിക്കുമ്പോൾ മാർക്ക് ട്വൈനോട് ഈ അഹങ്കാരിയായ മനുഷ്യൻ പറയുകയാണ്, എനിക്കൊരു മനുഷ്യനെയും പേടിയില്ല, ഞാൻ ആരെയും കൂസാത്തൊരു വ്യക്തിയാണ്, ഞാനെന്ന് വെച്ചാൽ ഞാനാണ്, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഞാനത് നിറവേറ്റിയിട്ടുണ്ട്, എനിക്കൊരു മനുഷ്യൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ഈ ധിക്കാരിയായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, അടുത്തതായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹോളി ലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ എനിക്ക് ചുറ്റി നടന്നൊന്ന് കാണണം. എന്നിട്ട് സീനായി മലയുടെ മുകളിൽ കയറിയിട്ട് 10 കൽപ്പനകൾ ഉച്ചത്തിൽ അവിടെ നിന്ന് എനിക്ക് വായിക്കണം. പ്രപഞ്ചം മുഴുവൻ കേൾക്കുന്ന തരത്തിൽ എനിക്കുള്ള മുഴുവൻ ശക്തിയും എടുത്ത് 10 കൽപ്പനകൾ ഉച്ചത്തിൽ വായിക്കണം സീനായി മലയുടെ മുകളിൽ കയറിയെന്ന്. അതാണ് എൻ്റെ അടുത്ത ആഗ്രഹം. ഇത് കേട്ട മാർക്ക് ട്വൈൻ ഈ മനുഷ്യനോട് പറഞ്ഞു, താങ്കൾ അവിടം വരെ പോയി ഇത് ഉച്ചത്തിലൊന്നും വായിക്കേണ്ട, അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ബോസ്റ്റൺ നഗരത്തിൽ താമസിച്ചുകൊണ്ട് താങ്കൾ ആ 10 കൽപ്പനയൊന്ന് അനുസരിക്കുന്നത്. താങ്കൾ ആ 10 കൽപ്പന ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് അനുസരിക്കുന്നത് എത്രയോ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഹോളി ലാൻഡിൽ പോകണ്ട എന്നൊന്നും അല്ല മാർക്ക് ട്വൈൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ നാട് സന്ദർശിക്കേണ്ട എന്നല്ല മാർക്ക് ട്വൈൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ 10 കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ള കാര്യത്തിന്, ദൈവത്തിൻ്റെ മനസ്സ് അനുസരിക്കുക എന്നുള്ള കാര്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഹോളി ലാൻഡ് കാണുന്നതാണ് അതിനേക്കാൾ വലിയ കാര്യമെന്നുള്ള മട്ടിൽ ഈ മനുഷ്യൻ സംസാരിച്ചപ്പോൾ മാർക്ക് ട്വൈൻ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. കാരണം അനുസരണം ബലിയേക്കാൾ വലുതാണ്, അനുസരണം ഹോളി ലാൻഡ് ട്രിപ്പിനേക്കാളും വലുതാണ്, അനുസരണം മറ്റെല്ലാത്തിനേക്കാളും വലുതാണ്. അനുസരണത്തിന് പകരം വയ്ക്കാൻ ഉപവാസം നമ്മൾ കൊണ്ടുവന്നാൽ സാധ്യമല്ല. അനുസരണത്തിന് പകരം വയ്ക്കാവുന്നതല്ല മുട്ടിന്മേൽ കൈവിരിച്ചു പിടിച്ചുള്ള പ്രാർത്ഥന. അനുസരണത്തിന് പകരം വയ്ക്കാനുള്ളതല്ല പാവപ്പെട്ടവരെ സഹായിക്കുന്നത്. അനുസരണത്തിന് പകരം വയ്ക്കാനുള്ളതല്ല 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അനുസരണത്തിന് പകരം വയ്ക്കാനുള്ളതല്ല വർഷത്തിൽ 2 ധ്യാനം കൂടുന്നത്. അനുസരണത്തിന് പകരം വയ്ക്കാനുള്ളതല്ല സുവിശേഷ വേലയെ സഹായിക്കുന്നത്. അനുസരണത്തിന് പകരം വയ്ക്കാനുള്ളതല്ല എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത്. കാരണം അനുസരണം ബലിയേക്കാൾ വലുതാണെന്ന് കർത്താവ് പറയുമ്പോൾ ബാക്കി എല്ലാം നമ്മെ അനുസരണത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ബലി അർപ്പിക്കുന്നത് പോലും സത്യത്തിൽ അനുസരിക്കാനുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും അനുസരിക്കാനുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വചനം ധ്യാനിക്കുന്നത് പോലും അനുസരിക്കാനുള്ള കൃപ നമ്മിൽ നിറയാൻ വേണ്ടിയിട്ടാണ്. ജപമാല ചൊല്ലുന്നത് പോലും, ധ്യാനങ്ങൾക്ക് പോകുന്നത്, നമ്മൾ എന്ത് ദൈവത്തിന് മുമ്പിൽ ചെയ്താലും അത് ദൈവത്തെ അനുസരിക്കാനുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അനുസരണം ബലിയേക്കാൾ വലുതാണ്. ഇന്ന് ഞാനും എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം പറയുകയാണ്, അവിടുത്തെ കൃപയിൽ ചാരിക്കൊണ്ട് അനുസരിക്കുന്നവരാവുക. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ അനുസരിക്കുന്നവൻ്റെ 1000 തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, തലമുറകൾക്ക് വേണ്ടി ബാങ്കിൽ ഒരുപാട് സമ്പത്ത് നിക്ഷേപിക്കുന്നതിനേക്കാളും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ ഇന്ന് ദൈവത്തെ അനുസരിച്ചാൽ നമ്മുടെ 1000 തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് മാറ്റമില്ലാത്തവനായ കർത്താവ് നമുക്ക് വാക്ക് തരികയാണ്. നമ്മൾ ആ വഴി തിരഞ്ഞെടുക്കുമോ? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അനുസരണത്തിൻ്റെ വഴിയിലൂടെ നടന്ന് അവിടുത്തെ കൃപയിൽ ചാരി അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ വചനങ്ങൾ അനുസരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ.
ഞാൻ പരാജയപ്പെടുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ കൃപ തന്നുകൊണ്ട് എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.